തൃണമൂൽ കോൺഗ്രസിനെ UDF ഘടകകക്ഷിയാക്കണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് കത്തയച്ച് നിലമ്പൂർ മുൻ MLA PV അൻവർ. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർക്കാണ് PV അൻവർ കത്തയച്ചിരിക്കുന്നത്. 10 പേജുള്ള കത്തിൽ UDFുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്നാണ് അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത്. UDFിലെ മറ്റ് ഘടകകക്ഷി നേതാക്കൾക്കും കത്ത് നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെച്ചത് എന്നും തൃണമൂലിൽ ചേർന്ന രാഷ്ട്രീയ സാഹചര്യം എന്ത് എന്നുമെല്ലാം അൻവർ കത്തിൽ വിശദീകരിക്കുന്നുണ്ട്. 2 ദിവസം മുൻപാണ് കത്ത് UDFിന് ലഭിച്ചത്. തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമാക്കിയാൽ ഉണ്ടാകുന്ന ഗുണവും കത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അൻവറിൻ്റെ കത്തിൽ വൈകാതെ തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത്. KPCCയുടെ രാഷ്ട്രീയ കാര്യ സമിതി യോഗത്തിൽ അൻവറിൻ്റെ കത്ത് ചർച്ചയ്ക്കെടുത്തേക്കും. അതേസമയം അൻവറിനെ പെട്ടെന്ന് മുന്നണിയിൽ എടുക്കേണ്ടതില്ല എന്ന അഭിപ്രായവും നേതാക്കൾക്കിടയിലുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് അൻവർ MLA സ്ഥാനം രാജിവെച്ചത്. 2016-ലും 2021-ലും നിലമ്പൂരിൽ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച് ജയിച്ചയാളാണ് അൻവർ. എന്നാൽ അടുത്തിടെ സംസ്ഥാന സർക്കാരിനോടും പാർട്ടിയോടും കലഹിച്ച അൻവർ DMK എന്ന സ്വന്തം പാർട്ടി രൂപീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത്. സ്വതന്ത്ര MLA ആയതിനാൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത വരും എന്നതിനാലാണ് അൻവർ MLA സ്ഥാനം രാജിവെച്ചത്. നിലമ്പൂരിൽ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നും UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകും എന്നും അൻവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ തൃണമൂൽ കേരള ഘടകത്തിൻ്റെ കോഓർഡിനേറ്ററാണ് അൻവർ. മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് അൻവറിൻ്റെ നിർദ്ദേശം. ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചാൽ പിന്തുണയ്ക്കില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.